ഹലോ മക്കളെ, എൻ്റെ കുട്ടികളെല്ലാവരും ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നു എന്ന് മിസ്സിന് തോന്നിയിട്ടുള്ളൊരു പ്രശ്നമാണതേ മിസ്സിൻ്റെ പിന്നിൽ ഇവിടെ കാണുന്നത്. കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, പക്ഷേ കിട്ടുന്നില്ല അല്ലേ? നിങ്ങളിപ്പം എക്സാം ടൈം ആകുന്ന സമയത്ത് നിങ്ങൾ കുറേ പേര് ലൈവിലൊക്കെ ഇങ്ങനെ പറയാറുണ്ട്, മിസ്സേ പഠിച്ചതെല്ലാം മറന്നു പോകുന്നുണ്ട്, പഠിച്ച കാര്യമാണ് പക്ഷെ ഒരു ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് അതെന്ത് ചെയ്യുന്നില്ല, ഓർമ്മ കിട്ടുന്നില്ല. അങ്ങനെ ഒരു പ്രശ്നം എൻ്റെ കുട്ടികൾക്കുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോ പോസ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കാരണം നിങ്ങളുടെ ആ ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷനാണ് മിസ് ഇവിടെ പറയാൻ പോകുന്നത്. എന്തുകൊണ്ട് അങ്ങനെ ആവുന്നു, എന്തുകൊണ്ട് ഇങ്ങനെ ആവുന്നു എന്നല്ല, നമുക്കത് മാറ്റിയെടുക്കാൻ എന്തൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ കുഞ്ഞു കുഞ്ഞു ടിപ്സാണ്. ഈ കുഞ്ഞു ടിപ്സ് നിങ്ങൾ എന്തായാലും ഫോളോ ചെയ്യുക. കാരണം എക്സാം ടൈമിൽ നമുക്ക് പഠിച്ച കാര്യം ഓർമ്മ വന്നിട്ടില്ലെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ? അപ്പം ഈ ഒരു കുഞ്ഞു ടിപ്സ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് മാറ്റം വരും. കുഞ്ഞു വീഡിയോ, കുഞ്ഞു ടിപ്സ് അടിപൊളിയായിട്ട് എക്സാമിന് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതും പക്ഷെ നമ്മൾ ചെയ്യാത്തൊരു കാര്യമാണ് റിവൈസ് ചെയ്യുക, അത് റിപ്പീറ്റ് ചെയ്യുക അല്ലേ? ചിലപ്പോൾ നിങ്ങളിപ്പോൾ വീഡിയോ കാണുമ്പോൾ പറയുന്നുണ്ട്, എൻ്റെ പൊന്നു മിസ്സേ ഞങ്ങളിതൊക്കെ ഒത്തിരി തവണ ചെയ്യുന്നുണ്ട്, എന്നിട്ടും ഞങ്ങൾക്ക് ഓർമ്മ വരാത്തതാണ്. അപ്പോൾ നമ്മുടെ റിവിഷനിൽ എന്തോ പ്രശ്നം ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് നിങ്ങൾ ചിലപ്പോൾ പഠിച്ച കാര്യം റിവൈസ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? നമ്മുടെ ബുക്ക് എടുക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യും? ഇപ്പോൾ നിങ്ങളിവിടെ നോട്ട് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ആ നോട്ടൊക്കെ ഇരുന്നിങ്ങനെ നോക്കും. ഇതെനിക്കറിയാം അടുത്തതെന്ന് പറഞ്ഞു പോകും അല്ലേ? അങ്ങനെയാണ് എൻ്റെ മക്കൾ റിവൈസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. കാരണം നമ്മൾ ബുക്ക് നോക്കിക്കൊണ്ടാണ് ഓർത്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ബ്രെയിൻ വിചാരിക്കും, ഇത് നീ നേരത്തെ പഠിച്ചതല്ലേ, ഇതെനിക്കറിയാം. പക്ഷേ എക്സാമിൻ്റെ ടൈമിൽ നമുക്ക് ഇതുപോലെ നോക്കാനൊരു ബുക്ക് ഉണ്ടാകുമോ? ഇല്ല. അപ്പോൾ അവിടെ പ്രശ്നം എന്താണ്? നമ്മൾ റിവൈസ് ചെയ്യുന്ന രീതിയാണ്. അപ്പോൾ എൻ്റെ മക്കൾ ഒരു തവണ പഠിച്ചു കഴിഞ്ഞിട്ട് റിവൈസ് ചെയ്യുമ്പോൾ ബുക്ക് അടച്ചു വെക്കുക, എന്നിട്ട് നിങ്ങൾ ഓർത്തെടുക്കുക ഞാൻ എന്തൊക്കെയാണ് പഠിച്ചത്. നിങ്ങളൊരു മിററിനോട് പറഞ്ഞു കൊടുക്കുക, നിങ്ങളിതിപ്പോൾ ഈ ഒരു ഫോട്ടോസിന്തസിസ് പഠിച്ചു, അല്ലെങ്കിൽ കെമിസ്ട്രിയിൽ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു. അങ്ങനെ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്താണ് ഞാൻ പഠിച്ചത്. പഠിച്ച് അപ്പം തന്നെ പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ എല്ലാം ഒന്നും ഓർമ്മ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ എന്ത് ചെയ്യുക? ബുക്ക് തുറന്ന് നോക്കുക, എനിക്കിവിടെയാണ് കിട്ടാത്തത്, കഴിഞ്ഞു. ഇനി അടുത്ത തവണ നമ്മൾ ആ ഒരു റിവിഷൻ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ഇതേ രീതിയിലല്ല ചെയ്യേണ്ടത്. നമ്മൾ എന്ത് ചെയ്യുക? ഒരു വൈറ്റ് പേപ്പർ എടുക്കുക, എന്നിട്ട് നമ്മൾ ആ പഠിച്ച കാര്യങ്ങൾ, നമ്മൾ ഒരു തവണ ഓർത്തെടുത്ത കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഇപ്പോൾ ഫോട്ടോസിന്തസിസ് ആണെങ്കിൽ ഇവിടെ ഫോട്ടോസിന്തസിസ് എന്ന് എഴുതുന്നു, ഞാനിതൊക്കെയാണ് പഠിച്ചത്, ഇവിടെ ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു. ഇത് നിങ്ങൾ എഴുതി നോക്കുക. കാരണം നമ്മുടെ എക്സാമിൻ്റെ ടെസ്റ്റ് ഓറൽ ടെസ്റ്റ് അല്ല. ടീച്ചർ വന്ന് ചോദിക്കും, എന്താ നീ പഠിച്ചത് പറഞ്ഞോളൂ, അങ്ങനെയല്ലല്ലോ, നമ്മളൊരു പേപ്പറിൽ എഴുതണം. അപ്പം നമ്മൾ എക്സാമിന് മുൻപായിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒരു തവണ എന്ത് ചെയ്തിരിക്കണം? എഴുതി നോക്കിയിട്ടുണ്ടായിരിക്കണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഒന്നാമത്തെ ടിപ്പ്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ചിലപ്പോൾ ആ ഒരു ഡേ ഫുൾ പഠിക്കും. ചിലപ്പോൾ നിങ്ങൾ നമ്മുടെ എക്സാമിനറിൻ്റെ ലൈവൊക്കെ കണ്ട്, നിങ്ങൾക്ക് അറിയാമല്ലോ എക്സാം ടൈം ആകുമ്പോൾ ലാസ്റ്റ് നമ്മളൊരു 10-11 മണിയൊക്കെ ആവും ലൈവൊക്കെ കഴിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ കഴിഞ്ഞ് എല്ലാം നമ്മൾ പഠിച്ചൊക്കെ സെറ്റായി ബ്രെയിൻ ഇങ്ങനെ ഫുള്ളി ലോഡഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് കിടക്കുന്നതിന് പോകുന്നതിന് മുമ്പ് കുറച്ച് നേരം ഒന്ന് ഫോണ്, കുറച്ചൊന്ന് റീൽസ് ഒന്ന് നോക്കാം എന്നൊരു ടെൻഡൻസി നമുക്ക് ഉണ്ടാകും. പക്ഷേ അങ്ങനെ ചെയ്യാതിരിക്കാം. കാരണം നമ്മളുടെ ബ്രെയിനിന് നമ്മളിപ്പോൾ പറഞ്ഞു കൊടുത്തിട്ടേ ഉള്ളൂ, കാര്യങ്ങൾ അതിനകത്ത് ഇട്ട് കൊടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മളൊരു കുക്കിംഗ് ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഗ്യാസ് അടുപ്പൊക്കെ കത്തിക്കുന്നതിന് മുമ്പായിട്ട് പാത്രത്തിൽ സാധനങ്ങളൊക്കെ ഇട്ട് അടച്ചു വെക്കും. അതൊന്ന് പ്രോസസ്സ് ആവാനൊരു സമയം കൊടുക്കണ്ടേ അല്ലേ? ആ സമയമാണ് നമ്മൾ ഉറങ്ങുമ്പോൾ. നമ്മൾ ഉറങ്ങും, പക്ഷേ ബ്രെയിൻ ഉറങ്ങുന്നില്ല. ബ്രെയിൻ ഈ കാര്യങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റൊക്കെ ചെയ്ത് പ്രോസസ്സ് ചെയ്യുന്ന സമയമാണ്. അപ്പോൾ ബ്രെയിൻ ഇങ്ങനെ പ്രോസസ്സ് ചെയ്യുമ്പോഴേക്കും ഈ കുട്ടി റീലാണല്ലോ കണ്ടത്, അതിപ്പോൾ ഇതിനെ എവിടെ കൊണ്ട് കണക്ട് ചെയ്യും? ബുദ്ധിമുട്ടിക്കണ്ട, പാവമല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക? കിടക്കുന്നതിന് തൊട്ട് മുൻപുള്ള ആ ഫോണിൽ നോട്ടം ഒന്ന് ഒഴിവാക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ബ്രെയിനിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളുണ്ടാകും. ആൻഡ് നിങ്ങൾ ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയം ഏറ്റവും അടിപൊളി സമയമാണ്. നിങ്ങളുടെ ബ്രെയിൻ തലേ ദിവസം പഠിച്ച കാര്യങ്ങളെല്ലാം പ്രോസസ്ഡായി പിടിച്ചോ എന്ന് പറഞ്ഞ് തരാനിരിക്കുന്ന സമയത്ത് വേഗം എഴുന്നേറ്റ് അപ്പം തന്നെ എന്ത് ചെയ്യാതിരിക്കുക? ഫോൺ നോക്കി റീൽസും ഇൻസ്റ്റഗ്രാമും അതുപോലെ യൂട്യൂബിലേക്കും പോകാതിരിക്കുക. ക്ലാസ്സുകൾ കാണുന്നതിന് കുഴപ്പമില്ല, മിസ് റീൽസും ഷോർട്സൊക്കെയാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ ചെയ്യാതിരിക്കുക. എഴുന്നേറ്റിട്ടുണ്ടാവുന്ന ആ ഒരു അടിപൊളി സമയം, ആ ഒരു സമയം നിങ്ങൾ തലേ ദിവസം പഠിച്ചത് എന്താണോ അത് റിവൈസ് ചെയ്യുക. പുതിയ ഫ്രഷ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക, അതിനു വേണ്ടി ഉപയോഗിക്കുക. അങ്ങനെയാണെങ്കിൽ തന്നെ നമ്മൾ പഠിച്ചത് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഓർമ്മയുണ്ടാവും.
ഓക്കെ, ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഒരു സജഷൻ എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഉറങ്ങാൻ കിടക്കില്ലേ, അപ്പോൾ ജസ്റ്റ് കണ്ണിങ്ങനെ പൂട്ടി വരുമ്പോൾ ഭൂന്നും പറഞ്ഞ് പോയി ഉറങ്ങാതെ, ഉറക്കം വരുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പൊക്കെ നമ്മളിങ്ങനെ ബെഡിൽ കിടന്നിട്ട്, അപ്പോഴാണല്ലോ നമുക്ക് റീൽസൊക്കെ നോക്കാൻ ടെൻഡൻസി. അപ്പം നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കും, ഇന്ന് ഞാൻ ഇത് പഠിച്ചു. ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും കണക്ഷൻ വിട്ടുപോയ പോലെ തോന്നുന്നുണ്ടെങ്കിൽ എന്നാൽ അത് മതി, എന്നാൽ നാളെ നോക്കാം. അങ്ങനെ ചെയ്യാതെ വേഗം എന്താ ചെയ്യുക, ബുക്കൊന്ന് എടുത്ത് നോക്കുക, ഓ ഇതായിരുന്നു അല്ലേ. അല്ലെങ്കിൽ നമ്മൾ നോട്ട്സൊക്കെ അയച്ചിട്ടില്ല, ആ നോട്ട്സ് ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് ഒന്ന് പൂട്ടി വെക്കാം. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി ക്ലിയർ ആയി. അല്ലെങ്കിൽ നമ്മളുടെ ബ്രെയിൻ അത് പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു കണക്ഷൻ്റെ ഒരു പ്രശ്നം വരും. ഓക്കെ, അപ്പോൾ അതുകൂടി ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ബ്രെയിനിന് നമ്മൾ വേണ്ട കാര്യങ്ങൾ കൊടുത്തു. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നോ സ്ട്രെസ് നോ ടെൻഷൻ. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, നമ്മൾ എത്രയധികം ടെൻഷൻ അടിക്കണോ അത്രയധികം നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ മറന്നു പോകും. കാരണം നമ്മൾ ടെൻഷൻ അടിക്കുന്ന സമയത്ത്, നമ്മൾ സ്ട്രെസ് എടുക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ സ്ട്രെസ് ഹോർമോൺസ് ആണ് ഉണ്ടാവുക. ആ സ്ട്രെസ് ഹോർമോൺസ് നമ്മളെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ സമ്മതിക്കില്ല. അപ്പോൾ നമ്മൾ എന്തിനാണ് അനാവശ്യമായിട്ട് അല്ലേ, പാവമല്ലേ നമ്മുടെ ബോഡി, പാവമല്ലേ നമ്മുടെ ബ്രെയിൻ, അവരെന്ത് ചെയ്യാതിരിക്കുക, ബുദ്ധിമുട്ടിക്കാതിരിക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ തലയിൽ ഒരു വലിയ വെയിറ്റുള്ളൊരു കല്ല് കൊണ്ട് വെച്ച് തന്നാലോ, നിങ്ങൾക്ക് നല്ല സുഖമായിട്ട് പഠിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അതേപോലെയാണ് നിങ്ങൾ അനാവശ്യമായിട്ട് ഇങ്ങനെ ചിന്തിച്ച് ടെൻഷൻ അടിക്കുമ്പോൾ നമ്മളുടെ ബ്രെയിനിന് ഭയങ്കര വെയിറ്റ് ആയിരിക്കും അത് ചെയ്യാതിരിക്കുക. കാരണം എൻ്റെ മക്കൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ കൂടെ നമ്മളുടെ എക്സാമിനർ ഉണ്ട്. നിങ്ങൾക്കറിയാം നമ്മളുടെ എക്സാമിനർ പഠിപ്പിക്കുന്ന കാര്യങ്ങളേ വരുള്ളൂ. ആൻഡ് നമ്മൾ ഇങ്ങനെ സ്പൂൺ ഫീഡിങ് അല്ല, നിങ്ങൾക്ക് കോൺസെപ്റ്റ് മനസ്സിലാക്കി കറക്റ്റായിട്ട് പറഞ്ഞു തന്ന് നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ കണ്ടാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ആ രീതിയിൽ എൻ്റെ മക്കളെ സെറ്റാക്കി തരും. ഓക്കെ, അപ്പോൾ ടെൻഷനും വേണ്ട, എന്തും വേണ്ട, പേടിയും വേണ്ട. നമ്മുടെ എക്സാമിനറിനെ ജസ്റ്റ് ഒന്ന് വിശ്വസിക്കുക, ട്രസ്റ്റ് ചെയ്യുക. ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തരാൻ. അപ്പോൾ എൻ്റെ മക്കൾ അനാവശ്യമായിട്ടുള്ള ടെൻഷനും സ്ട്രെസ് എടുക്കേണ്ട, അത് ഞങ്ങൾ എടുത്തോളാം. ഓക്കെ, നിങ്ങൾ ടെൻഷൻ ഫ്രീ ആയിട്ട് പഠിക്കുക. ഓക്കെ, പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തായാലും ഓർമ്മ വരും, ഒരു സംശയവും വേണ്ട. ഓക്കെ, വെറുതെ അനാവശ്യമായിട്ട് അതിന് ടെൻഷൻ വരുമ്പോൾ ഒന്ന് ആലോചിക്കുക, യെസ് എക്സാമിനർ കൂടെ ഉണ്ട്, എക്സാമിനറിൻ്റെ കൂടെ പഠിച്ചാൽ ഓർമ്മ വരും. ഓക്കെ, അതായത് നമ്മളുടെ ബ്രെയിനിനെ നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് ഫീഡ് ചെയ്യുക. നിങ്ങളോട് തന്നെ പറയാറില്ലേ, നമ്മൾ നല്ല ഭക്ഷണം കഴിച്ചാലും നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടാവുകയെന്ന്. അതേപോലെ നമ്മളുടെ ബ്രെയിനിന് നല്ല തോട്ട്സ് കൊടുത്താലാണ് നല്ല പോലെ ഫങ്ഷൻ ചെയ്യാൻ പറ്റുക. എപ്പോഴും നിങ്ങളോട് ഇപ്പോൾ ഒരാൾ പറയാം, നീ മോശം കുട്ടിയാന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ തോന്നി, ഞാനീ മോശം കുട്ടിയാണോ? അപ്പോൾ നമ്മൾ അതേ കാര്യമാണ് നമ്മളുടെ ബ്രെയിനിനോട് പറഞ്ഞുകൊണ്ടിരിക്കണേ. എനിക്ക് പഠിച്ചാൽ കിട്ടൂല, എനിക്ക് ഓർമ്മയുണ്ടാവില്ല, എനിക്ക് പഠിക്കാൻ പറ്റൂല. ഇങ്ങനെ നെഗറ്റീവ് തോട്ട്സ് കൊടുത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പാവം ബ്രെയിൻ എന്ത് വിചാരിക്കും? ഓ ഇനി ശരിക്കും ഞാൻ അങ്ങനെയാണോ, എനിക്കിനി പഠിച്ചാൽ നിൽക്കില്ലേ, എനിക്ക് പഠിച്ചാൽ ഓർമ്മ കിട്ടില്ലേ? അങ്ങനെ ബ്രെയിൻ കൺഫ്യൂസ്ഡ് ആവും. എന്തിനാണ് അല്ലേ, നമ്മൾ പറയുന്ന കേൾക്കുന്ന നല്ല അനുസരണയുള്ള കുട്ടിയാണ് നമ്മുടെ ബ്രെയിൻ. അപ്പോൾ ബ്രെയിൻ എപ്പോഴും പോസിറ്റീവായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. നിനക്ക് നല്ല ബുദ്ധിയാണ്, നിനക്ക് നല്ലതായിട്ട് ഓർമ്മ കിട്ടും, നീ അടിപൊളിയാണ്, നീ സൂപ്പറാണ്, നല്ല ഓർമ്മയുണ്ടല്ലേ, നല്ല കുട്ടിയാണ്, അങ്ങനെ നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഓർമ്മ കിട്ടും എന്ന് പറയുക. എപ്പോഴും ലൈവിൽ വന്നു കഴിഞ്ഞാൽ മിസ്സേ പഠിക്കാൻ പറ്റുന്നില്ല, പഠിച്ചത് കിട്ടുന്നില്ല, അത് ചിലപ്പോൾ സത്യമായിരിക്കാം, നിങ്ങൾ പറയുന്ന നിങ്ങളുടെ ഫീലിംഗ് ആയിരിക്കാം. പക്ഷേ അത് നിങ്ങൾ പറയണ്ട. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം നമ്മളറിയാതെ നമ്മളുടെ ബ്രെയിൻ അത് വിശ്വസിക്കും. ഓക്കെ, സോ എപ്പോഴും പോസിറ്റീവായിട്ട് ഫീഡ് ചെയ്യുക നമ്മുടെ ബ്രെയിനിനെ. നല്ല കാര്യങ്ങൾ ആലോചിക്കുക, ടെൻഷനൊന്നും അടിക്കേണ്ട, റിവൈസ് ചെയ്യുക, റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക, ഒരു ടെൻഷനും വേണ്ട. പിന്നെ നമ്മുടെ എക്സാമിനറിൻ്റെ കൂടെ എല്ലാ ലൈവുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഫുൾ സെറ്റാണ്. ഓക്കെ, ഒരു ടെൻഷനും വേണ്ട. നമ്മുടെ എക്സാമിനർ ഉണ്ട്, നിങ്ങൾക്ക് എക്സാമിൽ ഏറ്റവും അടിപൊളി ഫുൾ മാർക്ക് തന്നെ വാങ്ങിച്ചു തരാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ടെൻഷൻ ഫ്രീ ആയിരിക്കുക. നമ്മളെല്ലാവരും നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.